എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ എന്താ പറയേണ്ടത്? കാരണം വെച്ചാൽ കോർപ്പറേഷൻ ഓഫീസിലെ സ്റ്റാഫ് എന്നാണോ, എല്ലാവർക്കും സേവനം ചെയ്യുന്ന വ്യക്തികൾ എന്നാണോ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെയൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും എൻ്റെ വീണ്ടും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ വലിയ പ്രസംഗത്തിന് സ്കോപ്പില്ലാന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് തിരുവരങ്ങിൻ്റെ കലാകാരന്മാരുടെ ഒരു പെർഫോമൻസാണ്. എന്നാൽ രണ്ടു വാക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ, അദ്ദേഹം ഈ അടുത്ത് അമേരിക്കയിൽ പോയിട്ട് വന്നു. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് വേണ്ടി കൊണ്ടുവരും, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഐഡിയാസ് കൊണ്ടുവരും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജപ്പാനിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം ജപ്പാനിലെ ഒരു ആശയമാണ് ഈ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് റിലാക്സേഷൻ കൊടുക്കുക, അവർക്ക് കലാപരമായിട്ടുള്ള വാസന വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ജപ്പാനിൽ ഇതിന് മുമ്പ് പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ശരി, എവിടെയൊക്കെ പോയാലും ശരി, തിരിച്ച് ഇവിടെ വരുമ്പോഴേക്കും അദ്ദേഹം നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരും. നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു മുത്തായിട്ട് തന്നെ അദ്ദേഹം വളരും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ തിരുവരങ്ങ് എന്നൊരു ആശയം അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം അതിനുവേണ്ടി ഇന്ന് ഇനോഗ്രേഷന് വേണ്ടി ഇവിടെ അദ്ദേഹം പ്രസിഡന്റാണ്. അതെ, അവരുടേതാണ്. എന്നാൽ പോലും അതിൻ്റെ ഉള്ള ക്രെഡിറ്റ്, കാരണം അങ്ങനത്തെ ഒരു സംഭവത്തിന് കൂടെ നിന്നല്ലോ. എല്ലാവർക്കും ഈ തിരുവരങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കലാകാരന്മാർക്കും അവർക്ക് ഒരു ഭാവിയിൽ നല്ലൊരു ഭാവി വരട്ടെ എന്നൊരു ആശംസ കൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ ആശംസിക്കുന്നതിൻ്റെ കൂടെ രണ്ട് വാക്കുകൂടെ സംസാരിക്കുന്നത് എന്നെപ്പറ്റി തന്നെയാണ്. അതായത് എന്നെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഒരു കലാകാരനാണ്, നടനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ കൂടുതലും ആൾക്കാർ ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് നിർമ്മാതാവായിട്ടാണ്. കാരണം ഞാൻ കിരീടം, പ്രണയവർണ്ണങ്ങൾ, കളിവീട്, മയിൽപ്പീലിക്കാവ് എന്നൊക്കെ പറഞ്ഞൊരു 9 സിനിമകൾ നിർമ്മിക്കുകയും 16 സിനിമകൾ വിതരണം ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്ന കാലത്ത് എന്നെ ആർക്കും അറിയില്ല. കാരണം പേര് കണ്ടാൽ ദിനേശ് പണിക്കർ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ എന്നറിയാം. പക്ഷെ ഞാനൊരു കലാകാരനായി തെളിയിച്ചത് ഒരു സീരിയൽ നടനായിട്ടാണ്. ആ സീരിയലിൽ എന്ന് വന്നു തുടങ്ങി അന്ന് മുതൽ ഇയാൾ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ വന്നു. ആദ്യം നല്ല അച്ഛനായിട്ട് വന്നു, പിന്നെ നല്ല അപ്പൂപ്പനായിട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ പല പല വേഷങ്ങളും ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ കയറിയൊരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തൊരു സിനിമയിലെ വേഷം ജനകൻ എന്നൊരു പടത്തിലെ വില്ലൻ വേഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നെ വെറുത്തും പോയി. കാരണം വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കലാകാരനായതിനു ശേഷമാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു അപ്രോച്ച് കൂടുതൽ കിട്ടിത്തുടങ്ങിയത്. നിർമ്മാതാവായിരുന്നത് കാര്യം പലർക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ സ്വയമായിട്ട് പറയണം ഞാൻ നിർമ്മാതാവായിരുന്നുള്ളൂ. പക്ഷെ നടനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിലും സീരിയലും ഒക്കെ കണ്ട് നമ്മളെയൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് വലിയൊരു സ്വീകാര്യത നമുക്ക് ജനത്തിനിടയിൽ കിട്ടാറുണ്ട്. ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനൊരു ദിവസം ഒരു സിനിമ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ അന്ന് കാറ് എൻ്റെ വൈഫ് പുറത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഊബർ പിടിച്ചിട്ട് പോകാൻ നോക്കിയപ്പോഴേക്കും ടാക്സി കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ ഓട്ടോയിൽ പോയി കളയാമെന്ന് പറഞ്ഞു. ഊബർ ഓട്ടോയിലാണ് ഞാൻ പോയത്. ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കാരണം നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സില്ല. ഞാൻ സാധാരണഗതിയിൽ പേഴ്സ് ഞാൻ വയ്ക്കാറില്ല ഇപ്പോൾ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും നമുക്ക് ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പോൺസേഡായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നത്. കാർ വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ചില ഫംഗ്ഷന് പോയാൽ കാശ് ഇങ്ങോട്ട് കിട്ടുകയാണ് പതിവ്. അതുകൊണ്ട് പേഴ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ അവിടെ ഓട്ടോക്കാരന് കാശ് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാനീ കിടന്ന് തപ്പെന്ന് കണ്ടപ്പോൾ അയാൾക്ക് എന്നോട് സിമ്പതി തോന്നി. സാറേ, സാറിനെയൊക്കെ ഞാൻ സ്ക്രീനിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, സാർ പൈസ തരണ്ട എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ അവിടെയാണ് ഒരു കലാകാരൻ്റെ വില മനസ്സിലാക്കിയത്. കലാകാരനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് ആ ഒരു ഇളവ് കിട്ടിയത്. അതേസമയം ഞാനൊരു വെറും പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ അപ്പോൾ കുത്തിന് പിടിച്ചിട്ടാൽ വലിയ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, കാശൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു വേണമെങ്കിൽ കുത്തിന് പിടിച്ചെങ്ങനെയെങ്കിലും മേടിച്ചെന്നെ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തന്നെ എല്ലാവർക്കും മനസ്സിനകത്ത് കലയുണ്ടാവും. പക്ഷേ ഈ കല പുറത്തെടുക്കാനായിട്ട് പലപ്പോഴും വൈകും. ഞാനും അതേ വയസ്സാകാലത്താണ് ഒരു നടനായത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രായത്തിലും പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാൻ എല്ലാം ഒരു നല്ലൊരു വേദിയാണ് തിരുവരങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസിൽ ഒരുക്കി തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇതൊന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ടെൻഷൻ, ഇവിടെ ജോലിയിലെ ടെൻഷൻ, ഇതിൽ നിന്നൊക്കെ
ഒരു മുക്തി നേടാനായിട്ടുള്ള വലിയൊരു ഉപാധി തന്നെയായിരിക്കും. എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കണം. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇതിനകത്ത് മാക്സിമം പങ്കെടുപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിർത്തുന്നു. എല്ലാവർക്കും നന്ദി നമസ്കാരം പറയുന്നതിന് കൂട്ടത്തിൽ ഇതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു. അപ്പോൾ തിരുവരങ്ങ് ഒരു വലിയൊരു ഹിറ്റായിട്ട് തന്നെ മാറട്ടെ, പുതിയ പുതിയ ആശയങ്ങൾ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.